ക്യാഷ് ഫ്ലോ. ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു പ്രോജക്റ്റിലെ ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് മണിയുടെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. ഈ റിപ്പോർട്ട് സാധാരണ ക്ലയന്റിനും ആവശ്യമുണ്ട്, കോൺട്രാക്ടർക്കും ആവശ്യമുണ്ട്. എങ്ങനെയാണ് ഒരു ക്യാഷ് ഫ്ലോ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഒരു പ്രോജക്റ്റ് ഷെഡ്യൂൾ ഉണ്ടായിരിക്കണം, അതുപോലെ BOQ ഉണ്ടായിരിക്കണം. ഈ പ്രോജക്റ്റ് ഷെഡ്യൂളിലുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ക്യാഷ് ഫ്ലോ പ്രിപ്പയർ ചെയ്യുക. ഇവിടെ ഓരോ WBSും എഴുതിയിട്ടുണ്ട്. ആ WBSകളുടെ ടോട്ടൽ ഡ്യൂറേഷൻ ഇത് എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രൊജക്ട് ഷെഡ്യൂളിൽ നിന്നാണ്. അപ്പോൾ ടോട്ടൽ ഡ്യൂറേഷൻ എത്രയാണെന്നും ഓരോ ആക്ടിവിറ്റിക്കുമുള്ള അല്ലെങ്കിൽ ഓരോ WBSനുമുള്ള സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും ഏതൊക്കെയാണെന്നും നമ്മുടെ പ്രൊജക്ട് ഷെഡ്യൂളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ BOQയിൽ നിന്നുള്ള എമൗണ്ടും ആ ഓരോ WBSനുമുള്ള എമൗണ്ടും എഴുതിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് എത്ര മാസങ്ങളുണ്ടോ അതനുസരിച്ചുള്ള കോളംസ് ആണ്. ചിലപ്പോൾ നിങ്ങളുടെ പ്രൊജക്റ്റ് വീക്ക്ലി ആണ് ചെയ്യുന്നതെങ്കിൽ ആ വീക്ക് വൈസ് ആയിട്ടുള്ള ഹെഡിങ് ആണ് വേണ്ടത്. അപ്പോൾ ഓരോ വീക്കിലും അല്ലെങ്കിൽ ഓരോ മാസവും, ഇവിടെ നമ്മുടെ കേസിൽ ഒരു മാസമാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു മാസം, അതായത് ജൂൺ 2023 മുതൽ ജൂൺ 2024 വരെയുള്ള മാസങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓരോ മാസവും എത്രയാണ് നമ്മളുടെ റവന്യൂ എന്ന് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? ഉദാഹരണത്തിന് ആദ്യത്തെ ലൈനിൽ എർത്ത് വർക്ക് എന്ന് പറയുന്നത് 60 ദിവസമാണ്. 477,575 ആണ് അതിന്റെ എമൗണ്ട്. ഈ എമൗണ്ടിനെ നമ്മളുടെ 60 ദിവസം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു ദിവസത്തെ റവന്യൂ എത്രയാണെന്ന് കിട്ടും. അപ്പൊ പിന്നെ ഒരു ദിവസത്തെ റവന്യൂ കിട്ടിയാൽ അതുകൊണ്ട് നമുക്ക് ഒരു മാസത്തിൽ എത്ര ദിവസം വർക്ക് നടക്കുന്നുണ്ടോ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മാസത്തെ റവന്യൂ കിട്ടും. അങ്ങനെ ഓരോ WBS ഐറ്റത്തിന്റെയും ഓരോ ലൈനിന്റെയും ഓരോ മാസത്തെ റവന്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നു. ഇതാണ് ആദ്യത്തെ പടി. അടുത്തതായിട്ട് അതിന്റെ ടോട്ടൽ എത്രയാണ്, ഓരോ മാസത്തെയും ടോട്ടൽ എത്രയാണെന്ന് ആ മുകളിലത്തെ ലൈനിൽ സം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ മാസത്തെയും എല്ലാ WBSലും എവിടെയൊക്കെ എമൗണ്ട് ഉണ്ടോ ആ എമൗണ്ടുകളൊക്കെ ആഡ് ചെയ്ത് വരുമ്പോൾ ടോട്ടൽ എത്ര എമൗണ്ട് കിട്ടും എന്നുള്ളത് ആ മുകളിലെ ലൈനിൽ എഴുതിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ആ രണ്ട് ലൈനും സെലക്ട് ചെയ്യുന്നു. ഏത്? നമ്മളുടെ മാസങ്ങളുടെ പേരുള്ളതും അതിന്റെ തൊട്ട് താഴെ ടോട്ടൽ എമൗണ്ട് ഉള്ള ലൈനും. ഇത് രണ്ടും സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. എക്സലിലെ ചാർട്ട് ഇൻസേർട്ട് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ചാർട്ട് ക്രിയേറ്റ് ചെയ്യാം. ആ ചാർട്ടിലെ ചാർട്ട് ടൈറ്റിലും മറ്റും മാറ്റുകയൊക്കെ ചെയ്യാം. കളർ വേണമെങ്കിൽ കളർ മാറ്റാം. അങ്ങനെ പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചാർട്ട്, ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻഫ്ലോ ചാർട്ട്. ഇത് ക്യാഷിന്റെ ഇൻഫ്ലോ ആണ്, നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് നമ്മളുടെ BOQ ആൻഡ് നമ്മളുടെ ഷെഡ്യൂൾ വെച്ചുകൊണ്ട് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുകയാണ്. ഓരോ മാസവും എത്ര എമൗണ്ടിനുള്ള വർക്ക് നടക്കുന്നുണ്ട് എന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത ഒരു ചാർട്ട് എന്ന് പറയുന്നത് ഈ ഫോർകാസ്റ്റ് ചെയ്ത എമൗണ്ട് നമ്മളിപ്പോൾ ഓരോ മാസത്തെയുമാണ് എടുത്തത്, അതിനോടൊപ്പം തന്നെ ക്യൂമുലേറ്റീവ് ആയിട്ടുള്ള എമൗണ്ടും കൂടെ ചേർത്തുള്ള ഒരു ചാർട്ടാണ്. ഇവിടെ ചെയ്യുന്നത് ക്യൂമുലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ മാസം, ഇതിപ്പോ ഞാൻ ഈ ഒരു ചാർട്ടിൽ വരുന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാർട്ടിലുള്ള ഇത്രയും പോർഷൻസ് മാത്രം എടുത്തിട്ടാണ് നമ്മളുടെ ഈ ചാർട്ട് ഉണ്ടാക്കിയത്, ഈ പോർഷൻ. അതിന് താഴേക്ക് ക്യൂമുലേറ്റീവ് വാല്യൂ എന്ന് പറയുന്ന ഒരു ലൈൻ ചേർത്തു. ഈ ലൈനിൽ നമ്മൾ ഒരു മാസത്തെ ക്യൂമുലേറ്റീവ് എന്ന് പറയുന്നത് ആ മാസത്തെ എമൗണ്ടും തൊട്ട് മുൻപത്തെ മാസത്തെ എമൗണ്ട്, ടോട്ടൽ എമൗണ്ട്, ക്യൂമുലേറ്റീവ് എമൗണ്ടും കൂടെ ആഡ് ചെയ്തതാണ്. അതായത് ജൂണിൽ ക്യൂമുലേറ്റീവ് എമൗണ്ട് എന്ന് പറയുന്നാൽ ജൂണിലെ എമൗണ്ട് തന്നെയാണ്. ജൂലൈയിലെത്തിയപ്പോൾ ജൂണിലെ ക്യൂമുലേറ്റീവ് എമൗണ്ട് പ്ലസ് ജൂലൈയിലെ മന്ത്ലി എമൗണ്ട്. അടുത്ത വാല്യൂ, അതായത് ഓഗസ്റ്റിലെ വാല്യൂ എന്ന് പറയുമ്പോൾ ഓഗസ്റ്റിലെ മന്ത്ലി എമൗണ്ട് പ്ലസ് ജൂലൈ വരെയുള്ള ക്യൂമുലേറ്റീവ് എമൗണ്ട്. അങ്ങനെ ആഡ് ചെയ്ത് പോയി അവസാനത്തെ കോളത്തിൽ എത്തുമ്പോൾ നമുക്ക് ടോട്ടൽ എമൗണ്ട്, നമ്മളുടെ പ്രോജക്റ്റിന്റെ ടോട്ടൽ ആയിട്ടുള്ള കോൺട്രാക്ട് വാല്യൂ ആണ് അവിടെ കിട്ടുക.
അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് ഈ ചാർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ചാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ബാർ ചാർട്ട് മാത്രം എടുത്തു കഴിഞ്ഞാൽ ആ ചാർട്ടിനൊരു വ്യക്തതയില്ല, അല്ലെങ്കിൽ ക്യൂമുലേറ്റീവ് ഉള്ളത് കൊണ്ട് ആ ലൈൻ മാത്രം പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നു, മറ്റത് മന്ത്ലി ഉള്ള എമൗണ്ട് വളരെ ചെറുതായിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു ഡിഫറൻസ് വലിയ പ്രൊജക്റ്റ് ഒക്കെ ആണെങ്കിൽ, 2 വർഷമൊക്കെ ഉള്ള പ്രൊജക്റ്റ് ഒക്കെ ആണെങ്കിൽ ഈ ഡിഫറൻസ് കൂടി പോകും. അപ്പൊ ഈ ചെറിയ ലൈൻസ് ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ചാർട്ട് അല്ല വേണ്ടത്. നമ്മൾ കാരണം രണ്ട് വാല്യൂവും രണ്ട് തരത്തിലുള്ള വാല്യൂ ആണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇൻസേർട്ടിൽ പോയിട്ട് കോംബോ ചാർട്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു കോംബോ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ രണ്ട് എമൗണ്ടും കാണിക്കാൻ പറ്റും. ക്യൂമുലേറ്റീവ് എമൗണ്ടും മന്ത്ലി എമൗണ്ടും കൃത്യമായിട്ട് കാണിക്കാം. ക്യൂമുലേറ്റീവ് എമൗണ്ട് ആണ് ഈ ഒരു ലൈൻ ചാർട്ടായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇത് ഇൻഫ്ലോയുടെ പ്ലാൻഡ് വാല്യൂവും ക്യൂമുലേറ്റീവ് വാല്യൂ, അതായത് നമ്മുടെ ഫോർകാസ്റ്റ് ചെയ്ത എമൗണ്ടും ഫോർകാസ്റ്റ് ചെയ്ത ക്യൂമുലേറ്റീവ് വാല്യൂമാണ് ഈ ചാർട്ടിലുള്ളത്. അടുത്ത ഒരു ചാർട്ട് എന്ന് പറയുന്നത് പ്ലാൻഡ് വാല്യൂ. നമ്മൾ ഓരോ മാസവും എന്താണ് നമ്മൾക്ക് കിട്ടുന്നത് എന്ന് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത്, ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് പ്ലാൻഡ് വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഓരോ മാസവും വർക്ക് തീരുന്നതനുസരിച്ച് ആ പ്രോഗ്രസ് അനുസരിച്ച് ഒരു പേയ്മെന്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു, അതിന് പേയ്മെന്റ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. ആ പേയ്മെന്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി സൈറ്റിൽ നടന്ന വർക്കിന്റെ എമൗണ്ട് ആണ്. അപ്പോൾ ആ എമൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഏൺഡ് വാല്യൂ അല്ലെങ്കിൽ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്ന ലൈൻ. ഇവിടെ നോക്കിയാൽ കാണാം, ആക്ച്വൽ വാല്യൂ ചില ഐറ്റംസിന് പ്ലാൻ ചെയ്തതിനേക്കാട്ടിലും കൂടുതലാണ്, ചില ഐറ്റംസിൽ പ്ലാൻ ചെയ്തതിനേക്കാട്ടിലും കുറവാണ് എമൗണ്ട് ഉള്ളത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഈ ഒരു ചാർട്ടിലുള്ളത്. ഇവിടെ ചാർട്ടിൽ നോക്കിയാൽ കാണാം, രണ്ടും ഒരേ ടൈപ്പ് ഡാറ്റയാണ്. ഒന്ന് പ്ലാൻഡ് വാല്യൂ മന്ത്ലി വാല്യൂ ആണ്, അതുപോലെ ഏൺഡ് വാല്യൂ മന്ത്ലി വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ബാർ ചാർട്ട് തന്നെ എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ചാർട്ടിൽ നമുക്ക് രണ്ട് കളറിലായിട്ട് ഈ രണ്ട് വാല്യൂ റെപ്രസെന്റ് ചെയ്ത് ചെയ്യാം. അടുത്ത ചാർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും ക്യൂമുലേറ്റീവ് വാല്യൂ, അതായത് പ്ലാൻഡ് വാല്യൂ ഉണ്ട്, ക്യൂമുലേറ്റീവ് പ്ലാൻഡ് വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ ഏൺഡ് വാല്യൂ, ക്യൂമുലേറ്റീവ് ഏൺഡ് വാല്യൂ. അപ്പോൾ ഈ ഒരു ചാർട്ടിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യൂമുലേറ്റീവ് ആയിട്ടുള്ള വാല്യൂ രണ്ടും ലൈൻ ഡയഗ്രാം ആയിട്ടും മന്ത്ലി ഉള്ള വാല്യൂ രണ്ടും സ്റ്റാക്ക് ആയിട്ടും കാണിച്ചിരിക്കുന്നു. അടുത്തത്, അപ്പൊ ഇത്രയും നേരം നമ്മൾ കണ്ടത് ഇൻകമിങ് അല്ലെങ്കിൽ ഇൻഫ്ലോ ആയിട്ടുള്ള ഡയഗ്രാമാണ്. ഇത് മാത്രം പോരാ, നമുക്ക് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ, ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്ത് പൈസ കിട്ടുന്നു, എത്രത്തോളം എക്സ്പെൻഡ് ചെയ്യുന്നു, ഇത് രണ്ടും അറിയേണ്ട ആവശ്യമുണ്ട്. എക്സ്പെൻഡിച്ചർ എത്രയാണെന്നും ഇൻകമിങ് എത്രയാണെന്നും അറിയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ ആണ് അടുത്ത ചാർട്ട്. ഇവിടെ നമുക്ക് കോസ്റ്റും ഇതുപോലെ തന്നെ പ്ലാൻഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്ലാൻഡ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റ് BOQ ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ എസ്റ്റിമേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന ബജറ്ററി BOQ ഉണ്ടായിരിക്കും. അത് വെച്ചുകൊണ്ട് ഒരു ആക്ച്വൽ കോസ്റ്റ് എത്രയാണെന്നും അതുപോലെ പ്ലാൻഡ് കോസ്റ്റ് എത്രയാണെന്നും നമുക്ക് കണ്ടുപിടിക്കാം. പ്ലാൻഡ് കോസ്റ്റ് ഫ്രം ദ BOQ ആൻഡ് ആക്ച്വൽ വർക്ക് നടന്നു കഴിയുമ്പോൾ ഉള്ള എമൗണ്ടുകൾ വെച്ചുകൊണ്ട് ആക്ച്വൽ കോസ്റ്റും എടുക്കാൻ പറ്റും. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മളുടെ അടുത്ത ചാർട്ട്. പിന്നീട് ഒരു ചാർട്ട് എന്ന് പറയുന്നത് നമുക്കുള്ള ഇൻകം അതുപോലെ തന്നെ ഔട്ട് ഗോയിങ്, അതായത് നമ്മളുടെ പ്ലാൻഡ് ഇൻഫ്ലോയും പ്ലാൻഡ് ഔട്ട്ഫ്ലോയും അതുപോലെ ആക്ച്വൽ ഇൻഫ്ലോയും ആക്ച്വൽ ഔട്ട്ഫ്ലോയും ഇത് രണ്ടും കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇൻഫ്ലോയെക്കാട്ടിലും കൂടാൻ പാടില്ല ഔട്ട്ഫ്ലോ. ഇൻഫ്ലോയെക്കാട്ടിലും ഔട്ട്ഫ്ലോ കൂടിയാൽ അതിന്റെ അർത്ഥം അത് നെഗറ്റീവ് ക്യാഷ് ഫ്ലോ എന്നാണ്. അപ്പോൾ അത് രണ്ടും കൂടെ തിരിച്ചറിയാനുള്ള ഒരു ചാർട്ടാണ് ഇത്. ഇവിടെ പ്ലാൻഡ് വാല്യൂ ഇൻഫ്ലോയുടെയും ഔട്ട്ഫ്ലോയുടെയും കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഇത് രണ്ടും തമ്മിലുള്ള നെറ്റ് വാല്യൂ
എന്താണെന്ന് കാണിച്ചിട്ടുണ്ട്. നെറ്റ് വാല്യൂ ആണ് ഇവിടെ ലൈൻ ഡയഗ്രാം ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇൻകമിംഗ് നെഗറ്റീവായിട്ടും ഔട്ട് ഗോയിങ് നെഗറ്റീവായിട്ടും ഇൻകമിംഗ് പോസിറ്റീവായിട്ടും കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയും ചാർട്ട് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ ഈ ഒരു ചാർട്ടിൽ രണ്ടിൻ്റെയും ക്യൂമുലേറ്റീവ് വാല്യൂ ഉൾപ്പെടെയുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഉള്ള കോളംസ് ഒന്ന് ക്യൂമുലേറ്റീവ് പ്ലാന്റ് വാല്യൂ, ക്യൂമുലേറ്റീവ് പ്ലാന്റ് വാല്യൂ, പിന്നെ ഏൺഡ് ആക്ച്വൽ വാല്യൂ, ക്യൂമുലേറ്റീവ് ഏൺഡ് വാല്യൂ, അതായത് ആക്ച്വൽ ആയിട്ടുള്ള വാല്യൂ. അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ഇത് നമ്മൾ ഇൻകം ആണ് ആദ്യത്തെ 4 എണ്ണം. പിന്നെയുള്ള 4 എണ്ണം എന്ന് പറയുന്നത് കോസ്റ്റ്, നമ്മൾ ചെലവാക്കിയത്, നമ്മുടെ എക്സ്പെൻഡിച്ചർ ആണ് കാണിക്കുന്നത്. ഒന്ന് പ്ലാൻഡ് എക്സ്പെൻഡിച്ചറും ഒന്ന് ആക്ച്വൽ എക്സ്പെൻഡിച്ചറും. ഇത് ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ കാണുന്നത്.